സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാന് അന്താരാഷ്ട്ര നാണയനിധിയുടെ രക്ഷാ പാക്കേജിനായുള്ള കാത്തിരിപ്പിനിടയിൽ മറ്റൊരു വൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. പലസ്തീൻ ഭിക്ഷാടനം എന്ന ഈ വിഷയത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നാണക്കേടിന്റെ നെറുകയിലാണ്. അയൽ രാജ്യങ്ങളിൽ നിന്ന് നാടുകടത്തപ്പെട്ടവർ 2024 ജനുവരി മുതൽ ഇതുവരെ 5400-ലധികം പാകിസ്ഥാനികളെയാണ് സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ നാടുകടത്തിയത്. വിസ ചട്ടങ്ങൾ ലംഘിച്ച് അനധികൃതമായി തങ്ങുകയും ഭിക്ഷാടനം നടത്തുകയും ചെയ്തതിനാണ് ഇവർക്ക് ഈ ദുരവസ്ഥ നേരിട്ടത്. 2024 മാത്രം 4850 പേരെയും 2025 ഇതുവരെ 552 പേരെയും തിരിച്ചയച്ചു. സൗദി അറേബ്യയാണ് ഏറ്റവും കൂടുതൽ പേരെ തിരിച്ചയച്ചത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫ് ഗുരുതരമായ പ്രതിസന്ധിയാണെന്ന് വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ പ്രശ്നം ഗുരുതരമാണെന്നും ഇങ്ങനെ തുടർന്നാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനികൾക്ക് വിസ ലഭിക്കാൻ ബുദ്ധിമുട്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലോകത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഭിക്ഷക്കാരിൽ 90% പാകിസ്ഥാനികളാണെന്ന് 2023 പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി സുൽഫിക്കർ ഹൈദറും പറഞ്ഞിരുന്നു. ഏകദേശം 2.2 കോടിയോളം പാകിസ്ഥാനികൾ ഭിക്ഷാടനത്തിലൂടെയാണ് ജീവിക്കുന്നതെന്നും ഓരോ വർഷവും $42 ബില്യൺ ഇവർ സമാഹരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. തീർത്ഥാടന വിസകളിൽ സൗദി, ഇറാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ എത്തുന്നവരാണ് പലപ്പോഴും മടങ്ങാതെ ഭിക്ഷാടനത്തിലേക്ക് തിരിയുന്നത്. പാകിസ്ഥാനിലെ രൂക്ഷമായ തൊഴിലില്ലായ്മയാണ് ഈ പ്രതിസന്ധിക്ക് പിന്നിലെ പ്രധാന കാരണം. എഞ്ചിനീയറിംഗ് പഠിച്ച പതിനായിരങ്ങൾ പോലും തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് പാകിസ്ഥാനി സെനറ്റർ റാണ മഹ്മൂദുൽ ഹസൻ അടുത്തിടെ അഭിപ്രായപ്പെട്ടു. മനുഷ്യക്കടത്ത് മാർഗങ്ങളിലൂടെ വിദേശത്തേക്ക് പോകുന്ന പലരും ഒടുവിൽ ഭിക്ഷാടനത്തിൽ എത്തിപ്പെടുന്നു. ഇന്ത്യ ചന്ദ്രനിലെത്തി, നമ്മൾ ഓരോ ദിവസവും പ്രതിസന്ധിയിലേക്കും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ നേർചിത്രമാണ്. പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി ഒരു രാജ്യത്തെ എത്രത്തോളം തകർക്കാമെന്നതിന്റെ കനത്ത മുന്നറിയിപ്പാണ് ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നത്.